നാമൊക്കെ പലതവണ കരഞ്ഞിട്ടുള്ളവരാണ് അല്ലേ? നമ്മുടെ വികാരങ്ങൾ വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ കണ്ണീരായി അത് പുറത്തേക്ക് ഒഴുകാറില്ലേ? സങ്കടം വരുമ്പോൾ കരയും, വേദനയുണ്ടാകുമ്പോഴും കരയും, സന്തോഷമുണ്ടാകുമ്പോഴും കരയും. എന്നാൽ എന്തിനെയൊക്കെ ഓർത്താണ് നാം കരഞ്ഞിട്ടുള്ളത്? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ കൂട്ടുകാർ കളിയാക്കിയപ്പോൾ, ഒറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ തനിയെ ഇരുന്ന് കരഞ്ഞിട്ടില്ലേ? എടാ ജോസുകുട്ടി, നിനക്ക് പരീക്ഷയ്ക്ക് 2 മാർക്കല്ലേ കിട്ടിയുള്ളൂ. ഇവനൊരു മണ്ടനാ, അതാ ഇവന് മാർക്കൊന്നും കിട്ടാത്തത്. നല്ലൊരു ജോലി ഉണ്ടായിട്ട് പോലും വിവാഹം നടക്കാത്തത് മൂലം ഏറെ സങ്കടപ്പെട്ട് കണ്ണുനീരൊഴുക്കുന്ന യുവതിമാരില്ലേ? കടബാധ്യതകൾ മൂലം എന്തു ചെയ്യണമെന്നറിയാതെ തനിയെ ഇരുന്ന് സങ്കടപ്പെടുന്ന കുടുംബനാഥന്മാരില്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി നന്മയായി ചെയ്ത കാര്യങ്ങൾ പോലും തിന്മയായി വ്യാഖ്യാനിക്കപ്പെട്ടപ്പോഴും, എനിക്കുണ്ടായ ഒരു വീഴ്ചയുടെ സമയത്ത് കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ പോലും മാറി നിന്ന് വിമർശിച്ചപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടില്ലേ? ഭർത്താവിന്റെ മദ്യപാനവും പീഡനവും മൂലം എല്ലാ വേദനയും ഉള്ളിലൊതുക്കി പല ദിവസങ്ങളിലും തലയണയിൽ മുഖമമർത്തി ചില അമ്മമാരെങ്കിലും ഏങ്ങി കരഞ്ഞിട്ടില്ലേ? ഏറെ കഷ്ടപ്പെട്ട് ഇത്രയേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഒരു നല്ല വാക്ക് പോലും പറയുന്നില്ല എന്ന ചിന്ത മൂലം ചിലരെങ്കിലും കരയാനിടയായിട്ടില്ലേ? മക്കൾ വഴിതെറ്റി പോയപ്പോൾ ഏറെ വേദനയോടെ കരയുന്ന അമ്മമാരില്ലേ? ഏറെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടുവന്ന കൊച്ചുമകൻ തങ്ങൾക്കെതിരെ കരമുയർത്തിയപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങൾ മനം നൊന്ന് കരഞ്ഞിട്ടില്ലേ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരു വർഷമായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട് എന്താണെങ്കിലും എനിക്ക് കാർ വേണം. ഇവിടെ ഇപ്പം കാറ് വാങ്ങാനൊന്നും പൈസ ഇല്ല. എന്ത് വാങ്ങാനും കാശില്ല. മോനെ മോനെ വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെടലിന്റെ സങ്കടം മൂലം വേദനിച്ചു കഴിയുന്ന വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരുമില്ലേ? നമ്മുടെ മോൻ എന്നാണ് വരുന്നത്? കഴിഞ്ഞ വർഷം വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. ഇനി 2 വർഷം കഴിയും വരാൻ. അവനെ കാണാൻ കൊതിയാവുന്നു. ഇതെല്ലാം സ്വാഭാവികമാണ്. ഏതൊരു മനുഷ്യനും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ കരഞ്ഞു പോകുമെന്നത് തീർച്ച. എന്നാൽ നമ്മുടെ ഓരോ വേദനയും സങ്കടങ്ങളും നെടുവീർപ്പും കർത്താവ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അവിടുന്ന് അത് ഏറ്റെടുക്കും. സങ്കീർത്തനം 56:8 പറയുന്നു, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നാം ഏറെ സ്നേഹിക്കുന്ന വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ കൊച്ചു തെരേസ്യയും വിശുദ്ധ പത്രോസും എന്നുവേണ്ട എല്ലാ വിശുദ്ധരും തന്നെ ഒത്തിരി കരഞ്ഞിട്ടുള്ളവരാണ്. വെറുതെ സങ്കടം വന്നതുകൊണ്ട് മാത്രമല്ല അവർ കരഞ്ഞത്. അവരുടെ കരച്ചിൽ നിത്യതയെ നോക്കിയായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധിക്ക് മുമ്പിൽ തങ്ങളെ തന്നെ കാണുമ്പോൾ തങ്ങളുടെ ചെറിയ വീഴ്ചകൾ പോലും വലിയ അപരാധമായി അവർക്ക് തോന്നിയതിനാൽ അവർ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു. ദൈവം മനുഷ്യനെ ഇത്രയധികം സ്നേഹിച്ചിട്ടും മനുഷ്യർ ആ സ്നേഹത്തെ അവഗണിക്കുന്നതും പാപം വഴി ദൈവത്തെ വേദനിപ്പിക്കുന്നതും വിശുദ്ധരെ വല്ലാതെ സങ്കടപ്പെടുത്തിയിരുന്നു. മറ്റുള്ളവരുടെ ആത്മരക്ഷയെക്കുറിച്ചുള്ള ചിന്ത വിശുദ്ധരെ ഏറെ കരയിച്ചു. അവർ പാപം വഴി നരകത്തിലേക്ക് പോകുന്നു എന്ന ചിന്ത വിശുദ്ധർക്ക് സഹിക്കാനാകുമായിരുന്നില്ല. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി അവർ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. വിശുദ്ധ ജോൺ മരിയ വിയാനി കുമ്പസാരക്കോട്ടിലിരുന്ന് പലപ്പോഴും കരയാറുണ്ടായിരുന്നു. അച്ഛനെന്തിനാ കരയുന്നേ? മോനെ, നീ അനുതാപമില്ലാതെ കുമ്പസാരിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത്.
മനോഹരമായ എൻ്റെ വീടിനെയും പ്രിയപ്പെട്ടവരെയും സ്വന്തമായി നാം കരുതിയതിനെയെല്ലാം വിട്ട് ഈ ലോകത്തിൽ നിന്ന് ഒരു നാൾ നാമും യാത്രയാകുന്നു. സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ട വിശുദ്ധി എനിക്കുണ്ടായിരിക്കുമോ? എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തുവെന്ന് ആത്മാർത്ഥമായി പറയാൻ എനിക്കാവുമോ? എൻ്റെ ചിന്തയും വാക്കും പ്രവൃത്തിയുമെല്ലാം സ്വർഗത്തിന്റെ പരിശുദ്ധിക്ക് യോജിച്ചതാണ്. നമുക്ക് ആത്മശോധന ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള സമയമാണ്. നമുക്കും അനുതാപത്തിന്റെ കണ്ണുനീർ പൊഴിക്കാം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്ന ഈശോയിലേക്ക് നമ്മുടെ മനസ്സും ഹൃദയവും ഉയരട്ടെ. എൻ്റെ ജീവിതത്തിൽ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാതെ സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഓടി നടന്ന നിമിഷങ്ങളെ ഓർത്ത് അവിടത്തോട് മാപ്പപേക്ഷിക്കാം. എൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രിയപ്പെട്ട മാതാപിതാക്കളെയും അധ്യാപകരെയും സഹോദരങ്ങളെയും വേദനിപ്പിച്ചതിനെ ഓർത്ത് നമുക്ക് അനുദപിക്കാം. മറ്റുള്ളവരുടെ നന്മയിലും വളർച്ചയിലും സന്തോഷിക്കാതെ അസൂയയോടെ അവരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ച എത്രയെത്ര അവസരങ്ങൾ. ഈശോയോട് നമുക്ക് മാപ്പപേക്ഷിക്കാം. ഞാൻ മൂലം മറ്റുള്ളവരുടെ സൽപ്പേരിന് കളങ്കം വരുത്തി അവരെ കുറിച്ച് പരദൂഷണം പറഞ്ഞു വരുത്തിയ എത്രയോ അവസരങ്ങൾ. നമുക്ക് അനുദപിക്കാം. ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തയോടെ പ്രവർത്തിക്കാത്ത എത്രയോ നിമിഷങ്ങൾ. അവിടത്തോട് മാപ്പപേക്ഷിക്കാം. ഇതൊന്നൊപ്പിട്ട് തരാമോ? നിഞ്ചവിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്. നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത്. എന്തെന്നാൽ കൈക്കൂലി ജ്ഞാനിയെ അന്ധനാക്കുകയും നീതി നിഷേധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മാധ്യമങ്ങളുടെ ദുരുപയോഗം മൂലം എൻ്റെ മനസ്സിനെ അശുദ്ധമാക്കിയ എത്രയോ അവസരങ്ങൾ. കർത്താവിനോട് നമുക്ക് കരുണയാചിക്കാം. ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ഈശോയുടെ വാക്കുകൾ മറന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുകയും അവഗണിക്കുകയും ചെയ്ത എത്രയെത്ര അവസരങ്ങൾ. നമുക്ക് അനുദപിക്കാം. ഇങ്ങനെ ഒരു കഥയുണ്ട്. ഒരിക്കൽ സ്വർഗത്തിൽ നിന്നും ഒരു മാലാഖയെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. ഭൂമിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതെന്ന് നോക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുവരാനായിരുന്നു ദൈവം മാലാഖയോട് ആവശ്യപ്പെട്ടത്. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതെന്ന് നോക്കി മാലാഖ ഭൂമിയിലെമ്പാടും അന്വേഷിച്ചു നടന്നു. രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ഒരു പടയാളിയുടെ രക്തവും ദരിദ്രരെ സഹായിക്കാൻ ഏറെ കഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയുടെ വിയർപ്പ് തുള്ളിയും മാലാഖ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, ഇവ രണ്ടും വിലപ്പെട്ടതു തന്നെ. എന്നാൽ ഇവയേക്കാൾ വിലയുള്ള ഒന്ന് ഭൂമിയിലുണ്ട്. മാലാഖ വീണ്ടും ഭൂമിയിലേക്ക് വന്നു. വിലപ്പെട്ട വസ്തു അന്വേഷിച്ചു നടക്കവേ ഒരു മരത്തിന്റെ ചുവട്ടിൽ തന്റെ കഠിന പാപങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു. പെട്ടെന്ന് അടുത്ത പള്ളിയിൽ നിന്ന് മണിയടിക്കുന്നതും പ്രാർത്ഥന ഉയരുന്നതും അയാൾ കേട്ടു. തന്റെ കഠിന പാപങ്ങളെ കുറിച്ച് ഓർത്തപ്പോൾ അയാളുടെ ഹൃദയം തകർന്നു. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് അയാൾ പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് മാലാഖ ഒരു പാത്രത്തിൽ അയാളുടെ കണ്ണുനീർ ശേഖരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ദൈവം പറഞ്ഞു, മാലാഖേ, നീ ഏറ്റവും വിലപ്പെട്ടത്
കണ്ടെത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അനുതപിക്കുന്ന ഒരു പാപിയുടെ കണ്ണുനീരിനോളം വിലയുള്ള മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. അത് സ്വർഗത്തിലെ എല്ലാ രത്നങ്ങളെയും കാൾ വിലയുള്ളതാണ്. അതിനാൽ കരുണയുടെ കൂടാരത്തിലേക്ക് നമുക്ക് പോകാം. എനിക്ക് മാത്രം അറിയാവുന്ന എൻ്റെ ഓരോ രഹസ്യ പാപങ്ങളും അനുതാപത്തോടെ അവിടുത്തെ തിരുമുൻപിൽ ഏറ്റുപറയാം. സങ്കീർത്തനം 32:5 പറയുന്നു, എൻ്റെ പാപങ്ങൾ അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യങ്ങൾ ഞാൻ മറച്ചു വച്ചില്ല. സ്നേഹമുള്ളവരെ, കുംഭസാരം എന്ന കൂദാശയിലൂടെ അവിടുത്തെ സ്നേഹവും കരുണയും നമുക്ക് അനുഭവിക്കാം. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 15:7 ഇപ്രകാരം പറയുന്നു, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാവുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.